അമ്മയിൽ നിന്ന് രാജിവെച്ച നടി അൻസിബ ഹസൻ ടിനി ടോമിനെതിരെ പരാതിയുമായി രംഗത്ത്. അൻസിബ നമ്മളോടൊപ്പം തത്സമയം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അൻസിബ, രാജിയുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ടിനി ടോമിനെതിരായി അങ്ങയുടെ ആരോപണം എന്താണ്? ഈ കമ്മിറ്റിയിൽ എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വന്നത് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാണ് ഈ കമ്മിറ്റിയിൽ കയറിയിട്ട്. അപ്പൊ നമ്മളൊരു കമ്മിറ്റി ആവുന്ന സമയത്ത് എല്ലാവർക്കും ഓരോ അഭിപ്രായം ആവണമെന്നില്ല. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ വ്യക്തിവൈരാഗ്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ അവിഹിതം ഉണ്ടാവാൻ ബാക്കി ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊന്നും എന്നോടല്ല പറയുന്നത്, മറ്റു പലരോടും പറഞ്ഞിട്ട് മറ്റു പലരും എന്നോട് വന്ന് പറയുന്നു. ഞാനത് സഹിച്ചു. കാരണം ഒരു പെണ്ണിനെ മോശക്കാരിയാക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വേ ആണത്. ഒരു പെണ്ണിനെ തകർക്കാൻ ഏറ്റവും എളുപ്പം അവിഹിത ആരോപണമാണല്ലോ, അല്ലെങ്കിൽ ഏറ്റവും ഒരു ചീത്ത രീതിയിലാക്കി വെക്കാൻ ഏറ്റവും എളുപ്പം അതാണ്. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ വിട്ടു, പോട്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം ഉണ്ടായത്, ഞാൻ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവറെ ഉൾപ്പെടെയുള്ളവരെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് സമാധാനമായി. ഇത്രയൊക്കെ പറയുന്ന ആളുടെ കൂടെയൊക്കെ ഞാൻ എങ്ങനെയാണ് ഒരു കമ്മിറ്റിയിൽ ഇരിക്കുക? അറപ്പൊന്നുമില്ലേ? ഈ ടിനി ടോം ഇങ്ങനെ ഒരു ആരോപണം പരസ്യമായി ഉന്നയിച്ചുവോ? പറഞ്ഞു. നമ്മുടെ പല മെമ്പേഴ്സിന്റെ ഇടയിലും ഇരുന്ന് പറഞ്ഞു. അത് കേട്ടു എന്ന് എന്നോട് വന്ന് പറഞ്ഞത് നീന കുറുപ്പ് ചേച്ചിയാണ്. ഇതേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള നീന കുറുപ്പ് ചേച്ചി അൻസിബയോട് പറഞ്ഞു ടിനി ടോം ഇങ്ങനെ പലരോടും സംസാരിക്കുന്നുണ്ട് എന്ന്. അതെ, നീന കുറുപ്പ് ചേച്ചി ഒഫീഷ്യലി അമ്മയിലേക്ക് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതിയും അയച്ചിട്ടുണ്ട്. ടിനി ടോമിനോട് ഇക്കാര്യം ചോദിച്ചുവോ? ഞാൻ പോയിട്ടില്ല. എങ്ങനെ ചോദിക്കാൻ തോന്നും ഒരാൾക്ക്? നമ്മൾ ഇത്രയും നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് വ്യക്തിവൈരാഗ്യം കാരണം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ മറ്റു പലരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നീന കുറുപ്പേച്ചിയാണ് എന്നോട് ഇത് വന്ന് പറഞ്ഞത്. എനിക്ക് ഇപ്പോഴും അത് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു പറയാൻ അയാൾക്ക് എങ്ങനെ തോന്നിയെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. എന്റെ പേര് അൻസിബ ഹസൻ ഉള്ളതുകൊണ്ട് മാത്രമല്ല അങ്ങനെ പറയണത്. എന്താണ് ടിനി ടോമിന് അൻസിബയോട് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്ന എന്തെങ്കിലും സാഹചര്യം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏറ്റവും വലിയ കോമഡി, ആ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് പല കാര്യങ്ങൾക്കും എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഞാൻ എപ്പോഴും അഭിപ്രായം പറയുന്ന ആളാണ്. അപ്പൊ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായം അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. എനിക്കത് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ അംഗീകരിക്കാറുള്ളൂ അത് കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ പല അഭിപ്രായങ്ങൾക്കും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടില്ല. എനിക്ക് അഭിപ്രായം ഞാൻ എതിര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മയിലുള്ള മിനിറ്റ്സ് എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും ഞാൻ എന്തിനെല്ലാം എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തിനെല്ലാം ഞാൻ എല്ലാവരും പറഞ്ഞ അഭിപ്രായത്തോട് യോജിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം വ്യക്തിവൈരാഗ്യമാക്കി കാണിച്ചിട്ട് ഇങ്ങനെയാണോ ഒരാൾക്കെതിരെ ചെയ്യുക? അൻസിബ, കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയിൽ ഇത്രമാത്രം അഭിപ്രായ വ്യത്യാസവും അത് വ്യക്തി ആരോപണങ്ങളിലേക്കും കൂടി കടക്കാൻ കഴിയുന്ന എന്തുതരം സാഹചര്യമാണ് നിലവിലുള്ളത്? എനിക്കറിയില്ല. ഇത്രയും മോശപ്പെട്ട രീതിയിലൊക്കെ ഒരാൾക്ക് എങ്ങനെ സംസാരിക്കാനും പ്രവർത്തിക്കാനും പറ്റുമെന്ന് എനിക്കറിയില്ല. കുടുംബസംഗമം നടക്കുന്നതിന്റെ തലേ ദിവസം പോലും നീന കുറുപ്പ് ചേച്ചിയെ കയ്യേറ്റം ചെയ്യാൻ വരെ പോകുന്ന രീതിയിലാണ് അവിടെ വഴക്കുണ്ടായിരുന്നത്. അന്ന് പുറത്തു വന്ന ചില ഓഡിയോ സന്ദേശങ്ങളൊക്കെ ഞങ്ങളിൽ പലരും കേൾക്കുകയും ചെയ്തതാണ് അൻസിബ. വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രത്തോളം രൂക്ഷമായി പ്രതികരിക്കാൻ കഴിയാൻ എന്ത് പ്രശ്നമാണ്? ഞാനും ചോദിക്കുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലൊക്കെ ഇതുപോലെ ബഹളം ഉണ്ടാക്കുക, അനാവശ്യ വാക്കുകൾ പറയാ. നീന കുറുപ്പേച്ചിയുടെ പരാതി ഓൾറെഡി പ്രസിഡന്റിനും സെക്രട്ടറിക്കും എത്തിയിട്ടുണ്ടാവും. അത് കുറെ മുന്നേ തന്നെ നീന കുറുപ്പേച്ചി പരാതി ഇട്ടിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ടിനി ടോം ചേട്ടൻ എന്തൊക്കെയാണ് നീന കുറുപ്പേച്ചിയെ വിളിച്ചതെന്ന്. അസഭ്യ വാക്കുകൾ, മലയാളത്തിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ് വിളിച്ചത്. അതെങ്ങനെയാണ് ഒരു സ്ത്രീക്കെതിരെ അത്തരം അധിക്ഷേപ വാക്കുകൾ ഉപയോഗിക്കുക? ഈ കേൾക്കുന്നവരാരും പ്രതികരിക്കുകയൊന്നുമില്ലേ? പിടിച്ചു മാറ്റാൻ ശ്രമിച്ചത് കൊണ്ടാണ് നീന ചേച്ചിയെ അന്ന് തല്ലാതെ വിട്ടതെന്നാണ് ഞാൻ അറിഞ്ഞത്. കയ്യേറ്റം ചെയ്യാൻ പോകുന്ന രീതിയിലായിരുന്നു അന്ന് ബഹളം ഉണ്ടാക്കിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ സിറ്റുവേഷനിൽ ഞാൻ അവിടെ ഇല്ലായിരുന്നു. പക്ഷെ അത് കണ്ട് ഒരുപാട് പേരുണ്ട്, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ആരാണ് പിടിച്ചു മാറ്റിയത്? നീന ചേച്ചിയോട് ചോദിക്കുന്നതായിരിക്കും കൃത്യമായിട്ടുള്ള അതിനുള്ള ഉത്തരം കിട്ടുക. അന്ന് ആരൊക്കെ പിടിച്ചു മാറ്റിയത് കൊണ്ടാണ് അന്ന് അതിന്റെ മുകളിലോട്ടൊരു പ്രശ്നം ഉണ്ടാവാതിരുന്നത്. എന്തായാലും ഇതെല്ലാം കണ്ട് ആൾക്കാരും അവിടെ ഉണ്ട്, കേട്ട ആൾക്കാരും ഉണ്ട്. കുടുംബസംഗമത്തിന്റെ തലേ ദിവസം രാത്രി 11 12 മണിക്കെങ്ങാണ്ട് നടന്ന വിഷയമാണത്. അൻസിബ, കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നുവോ? അടിക്കാൻ വേണ്ടി ഓങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞത്.
ഈ അൻസിബ ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരാളാണ്. അവിടെയുള്ള ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങളെയൊക്കെയാണ് സമീപിക്കേണ്ടത്. നിങ്ങൾക്ക് തന്നെ നിലനിൽപ്പില്ലാത്ത പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ ആശ്രയിക്കുക? എന്റെയും ഏറ്റവും വലിയ അത്ഭുതം. അപ്പൊ അങ്ങനെ ഞാനൊരു കമ്മിറ്റിയിൽ തുടരണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് പേടി, സത്യം പറഞ്ഞ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ഞാനിതൊക്കെ പറഞ്ഞിട്ട്, ഒന്നാമത്തെ കാര്യം ആ അസോസിയേഷനിലുള്ള മെമ്പേഴ്സ് എല്ലാരും ഭയങ്കര പാവം കുറെ മെമ്പേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം കൃത്യമായിട്ട് ഹെൽപ്പുകളും കിട്ടുന്നുണ്ട്. അവരെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ കാരണങ്ങൾ പറഞ്ഞിട്ട് ആ സംഘടനയ്ക്ക് ഒരു ചീത്തപ്പേരാവുമെന്ന് പേടിച്ചിട്ട് മാത്രമാണ് പുറത്ത് പറയാതിരുന്നത്. അതുപോലെ എനിക്ക് പേടിയുണ്ടായിരുന്നു, എന്റെ കരിയറിനെ ബാധിക്കുമെന്ന്. എല്ലാ തരത്തിലും പേടിയുണ്ടായിരുന്നു. പിന്നെ ഇത് കേട്ടതിന്റെ ഒരു ട്രോമ ഉണ്ടായിരുന്നു. അൻസിബ, ഒരു സ്ത്രീയാണ് ആ സംഘടനയെ നയിക്കുന്നത്. ഒരു സ്ത്രീ ഒരു സംഘടനയുടെ, അതും സിനിമ പോലെ വളരെ വളരെ ശക്തിയുള്ള കരുത്തുള്ള ഒരു സംഘടനയുടെ പുറത്തേക്ക് മുകളിലേക്ക് വരിക, അന്മയെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായി പോവുകയല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു, എനിക്ക് എന്റെ മാനസിക സമ്മർദ്ദം കാരണം തന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അമ്മ കുടുംബസംഗമം ഫെബ്രുവരിയിലായിരുന്നു നടന്നത്. അത് നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഫെബ്രുവരി 21 ഞാൻ എന്റെ രാജി ഞാൻ സമർപ്പിച്ചു. ആ രാജിയിൽ ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞത് എനിക്ക് ജോലി തിരക്കുകൾ കാരണം ഞാൻ രാജിവെക്കുന്നു. ശ്വേതാ മേനോനോട് കാര്യങ്ങൾ സംസാരിച്ചോ? ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു അൻസിബ പ്രതികരണം? അൻസിബ കേൾക്കാമോ? അൻസിബ, ചില കാര്യങ്ങൾ ഇമോഷണൽ ആവരുത്. നമ്മൾ ചില കാര്യങ്ങൾ പുറത്തറിയണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ സംസാരിക്കാൻ തീരുമാനിക്കുന്നത്. തന്നെ എന്നെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ലിമിറ്റ് കഴിഞ്ഞു. അത്രയും വ്യക്തിഹത്യ ചെയ്തു. അപ്പോ ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും പല കോ ആർട്ടിസ്റ്റുകളും വന്നിട്ട് പല കാര്യങ്ങളാണ് എന്നോട് പറയുന്നത്. എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇത് കേൾക്കുമ്പോ അത് കൂടുതൽ മനസ്സിലാകേണ്ടത് ഒപ്പം ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കമ്മിറ്റിയിലുള്ള സ്ത്രീകളല്ലേ? അതാണ് ഞാൻ അൻസിബയോട് ചോദിച്ചത്, എന്താണ് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞത് എന്ന്. ഞാന് ഇതിന്റെ മുന്നേ ഇദ്ദേഹം സംസാരിക്കുന്നത് മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഞാൻ പരാതിയായിട്ട് ഞാൻ പ്രസിഡന്റിന്റെ അടുത്ത് ഞാൻ പോയിട്ടില്ല. ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സെക്രട്ടറി എന്നോട് പരാതി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പരാതി ഇടാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പരാതി കൊടുത്തോ? ഞാൻ പരാതി ഇട്ടു. അതിൽ നടപടി ഉണ്ടായോ? ഞാനിപ്പോ ഇല്ല, ഞാനിപ്പോഴാണ് ഞാൻ വാക്കാലെയായിരുന്നു പറഞ്ഞത്. സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വാക്കുകൾ ഇടമെന്ന് പറയുമ്പോൾ ഞാൻ രാജിവെച്ച അന്ന് ഞാൻ ആദ്യം സെക്രട്ടറിക്കും പ്രസിഡന്റിനോട് വാട്സപ്പിൽ നോട്ട് ഇട്ടത് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ അമ്മയിലേക്ക് മെയിലും അയച്ചു രാജിവെക്കുന്നു. പിന്നെ റീസൺ ആകെ ഇട്ടത് എനിക്ക് ജോലി തിരക്കുകൾ കാരണം ഞാൻ പോവാണെന്ന്. കാരണം എനിക്ക് ഇനി അവിടെ നിന്നിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ മെന്റൽ ഹെൽത്ത് നശിച്ചു പോകുന്നു പേടിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്നോട് സെക്രട്ടറി, അപ്പൊ പ്രസിഡന്റ് അത്ഭുതപ്പെടുന്ന ഒരു ഇമോജി എനിക്ക് അയച്ചു, എന്തിനാണ് രാജിവെച്ചതെന്ന്. വേറെ ഒന്നും ചോദിച്ചില്ല. സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്തിനാണ് രാജിവെച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു സെക്രട്ടറിയോട് ഇന്നതാണ് വിഷയം. എന്നെ മതതീവ്രവാദിയാക്കി, അവസാനം ജിഹാദി എന്ന് പറഞ്ഞു എന്നെ പറ്റി. ഞാൻ പറഞ്ഞു അതും കൂടെ കേട്ടിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല ചേച്ചി, എനിക്ക് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ സെക്രട്ടറി എൻ്റെ അടുത്ത് അപ്പൊ പറഞ്ഞു എന്നാ പിന്നെ അൻസിബ ഇതും കൂടി നോട്ട് ഇട്ടേക്ക്, ഇത് കാരണമാണ് രാജിവെക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ ചേച്ചി, അവിടുന്ന് കിട്ടിയ ട്രോമ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇപ്പോഴേ. ഇനി ഇതിന്റെ മേലെ ഞാൻ ഇതും പറഞ്ഞിട്ട് പ്രതികാരം ചെയ്യാൻ വീണ്ടും നടക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ പറയുന്നതിന് പോലും ടിനി ടോമിന്റെ ഒരു സംഘം ഉണ്ട് കൂടെ. പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇനിയും പലതും അടിച്ചേർക്കും. എനിക്ക് വയ്യത് താങ്ങുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ എന്റെ ഫാമിലി റൺ ചെയ്യുന്ന എന്റെ വീട്ടിലെ ബ്രെഡ് വിന്നറാണ് ഞാൻ. എനിക്ക് ഇതിന്റെ പുറകെ നടക്കാൻ എനിക്ക് സമയവും ഇല്ല. എനിക്ക് വയ്യ. ഇനി ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ 3-4 വർഷം ഞാൻ അമ്മയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് അവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനും അറിയാം. അവരെല്ലാവരും ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ മോളെ റിസൈൻ ചെയ്തതെന്ന്. എനിക്ക് എല്ലാവരോടും പറയാൻ വയ്യായിരുന്നു. ഞാൻ കുറച്ച് പേരോടൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ എന്റെ റെസിഗ്നേഷൻ ഇപ്പോൾ ലാസ്റ്റ് EC മീറ്റിംഗിൽ പ്രസിഡന്റ് സ്വീകരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അമ്മയിലെ മുതിർന്ന താരങ്ങൾക്ക് ഞാൻ വാട്സപ്പിൽ ഞാൻ സന്ദേശം അയച്ചു. ഞാൻ റിസൈൻ ചെയ്യാനുള്ള റീസൺ ടിനി ടോം ഏട്ടനാണ്. ടിനി ടോം ഏട്ടൻ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു. പിന്നെ മറ്റൊരംഗം എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും എനിക്കൊരു മെന്റൽ ട്രോമയായിരുന്നു. എന്തായിരുന്നു അൻസിബ ആരോപണം? അത് നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തായിരുന്നു പരാതി എന്ന്. അത് പുറത്ത് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
അത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ 3 മണിക്കൂറാണ് ഇരുന്നത്. പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ ഞാനിരുന്ന് എന്നെ ഹറാസ് ചെയ്യായിരുന്നു. 3 മണിക്കൂർ ഇല്ലാത്തൊരു പരാതിയുടെ പേരിൽ ഞാൻ അയച്ച ഒരു സന്ദേശം കാരണം അതിലുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ഭർത്താവ് ഡൊമസ്റ്റിക് വയലൻസ് കാണിച്ചു എന്നും ആ വയലൻസിന് കാരണം ഞാൻ അയച്ച മെസ്സേജ് ആണെന്നും പറഞ്ഞിട്ട് എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തിട്ട് ഈ വനിതാംഗമാണോ പരാതി കൊടുത്തത്? ഈ ഇതേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഒരു വനിതാംഗം പരാതി കൊടുത്തു. ഞാൻ അവർക്ക് അയച്ച ഒരു മെസ്സേജ് കാരണം അവരുടെ ഭർത്താവ് വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് കാണിച്ചു എന്ന്. എന്നിട്ട് അപ്പൊ ഞാൻ ഈ പോലീസ് സ്റ്റേഷനിലെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി കൊടുത്തത്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചോദിച്ചു, അങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് ഭർത്താവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെതിരെ FIR ഇടണ്ടേ? FIR ഇട്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. അന്ന് ആ പോലീസുകാരി എന്നോട് പറഞ്ഞത് FIR ഇട്ടിട്ടുണ്ടെന്നാ. എന്നിട്ട് എന്നെ 3 മണിക്കൂർ ഹരാസ് ചെയ്തു. അപ്പൊ ഞാൻ അതൊക്കെ സഹിച്ചിട്ട് അവസാനം എന്നെ കൊണ്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചു. യഥാർത്ഥത്തിൽ അൻസിബ എന്തെങ്കിലും കാര്യം പറഞ്ഞ് അവർക്ക് മെസ്സേജ് അയച്ചിരുന്നോ? മെസ്സേജാണത്, നോർമൽ അയച്ചൊരു മെസ്സേജ്. അതിനകത്ത് ഒന്നും ഇല്ലാത്തൊരു മെസ്സേജ് കണ്ടിട്ട് അത് വളച്ചൊടിച്ചതാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ആ സ്ത്രീയുടെ ഭർത്താവിനെതിരെ എന്തുകൊണ്ട് ഡൊമസ്റ്റിക് വയലൻസിന് FIR ഇട്ടിട്ടില്ല? അല്ല, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായി എന്ന് പറഞ്ഞ് പോലീസിനെ സമീപിക്കുകയാണെങ്കിൽ അതിലാണ് കേസെടുക്കേണ്ടത്. അതിന്റെ കാരണങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മെസ്സേജ് അയച്ചു എന്നുള്ളതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. പറഞ്ഞത് ഞാൻ അയച്ച മെസ്സേജ് ആണ് ഇതിലെ കാരണം, അവരുടെ ഭർത്താവ് സംശയരോഗിയാണെന്ന് അറിയില്ലേ, അപ്പൊ അൻസിബ അയച്ച മെസ്സേജ് ആണ് ഇതിലെ കാരണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണെങ്കിലും ഡൊമസ്റ്റിക് വയലൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ എന്താണ് കേസെടുക്കുക, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ കൊണ്ട് ഞാൻ അയച്ച മെസ്സേജ് മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു ഞാനൊരു ഇന്റൻഷനിൽ അയച്ചിട്ടുള്ള മെസ്സേജ് അല്ല, മറ്റുള്ളവർക്ക് തെറ്റാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ആദ്യം ഞാൻ മാപ്പ് പറയുന്നു എഴുതണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മാപ്പൊന്നും എഴുതാൻ പറ്റൂല പറഞ്ഞു. അത് പറഞ്ഞത് ഖേദം പ്രകടിപ്പിക്കുന്നു. അവസാനം നിവർത്തികേട് കാരണം ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനകത്ത് കയറി ഇരിക്കേണ്ടി വന്നത്. അല്ല, അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീരുമാനമുണ്ടാകണം, സമവായം ഉണ്ടാകണം എന്നാണെങ്കിൽ പോലും 2 കക്ഷികൾക്ക് താല്പര്യം ഉണ്ടാകണം അതിൽ. അല്ലാതെ പോലീസിന് ഏകപക്ഷമായി അക്കാര്യത്തിൽ ഒരു നിലപാടോ മാപ്പപേക്ഷയോ എഴുതി കൊടുക്കണമെന്ന് നിർബന്ധിക്കാനൊന്നും കഴിയില്ല. കോപ്പി ഈ പറഞ്ഞ പരാതിക്കാരി ഫോട്ടോ എടുത്തു, അവിടെ നിന്ന് തന്നെ ഫോട്ടോ എടുത്ത് ഇറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതണം, കാരണം എനിക്ക് ഭയം ഉണ്ടായി ഇനി എന്തെങ്കിലും ഞാൻ ഒപ്പിട്ടതിന് ശേഷം എഴുതി ചേർക്കുമെന്ന്. കാരണം ഞാൻ ഒപ്പിട്ടതിന്റെ മേലെ എഴുതാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ എനിക്ക് പേടിയായിരുന്നു ഇനിയിപ്പൊ ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യം എഴുതി ചേർക്കുമെന്ന്. അപ്പോ ഈ SI ചോദിക്കുകയാണ് ഈ സ്ത്രീയോട്, ഇനി നിങ്ങളുടെ കുടുംബം അൻസിബ തകർക്കില്ല എന്നും കൂടെ ഇതിന്റെ അടിയിൽ എഴുതട്ടെ എന്ന്. ഞാൻ ആലോചിച്ച് എന്തൊക്കെയാണ് ഇവര് പറയണത്. 2 സുഹൃത്തുക്കളെ വിളിച്ചു കൂട്ടിപ്പോയി. എന്നെ പറഞ്ഞു കേട്ടോ അൻസിബയ്ക്ക് ഇത് തരാൻ പറ്റില്ല എന്ന്. ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളെ കൂട്ടിപ്പോയി, അവർ ചോദിച്ച സമയത്ത് തരാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിവരാവകാശ നിയമപ്രകാരം എനിക്കെതിരെ പരാതി കൊടുത്ത ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്താണ് പരാതി കൊടുത്തതെന്ന് ഞാൻ വിവരാവകാശ നിയമപ്രകാരം ഇട്ടു. ആ പരാതി എനിക്ക് കിട്ടി. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം കൃത്യമായ പരാതി എന്താന്ന് പോലും എനിക്ക് വായിച്ചു തന്നിട്ടില്ല. അൻസിബ പരാതിയുടെ സ്വഭാവം പോലും അറിയാതെയാണ് ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോ അൻസിബ എനിക്ക് അറിയില്ല ഇതിന്റെ പ്രൊസീജിയർ. അല്ല, ഇത്രയും പക്വതയുള്ള ഒരു കുട്ടിയല്ലേ, ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളല്ലേ, അങ്ങനെ ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് എഴുതി കൊടുക്കാമോ? ഇങ്ങനെ കാര്യം ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടില്ല. ഞാൻ അമ്മ അസോസിയേഷനിൽ വന്നതിന് ശേഷം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വർക്ക് ചെയ്തു. അപ്പൊ എനിക്ക് ഒരു കോർഡിനേഷൻ സ്കില്ലുണ്ടെന്ന് ഞാൻ അവിടെ ചെന്ന് മനസ്സിലാക്കിയ ഒരാളാണ്. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്ത ഒരാളാണ്. അല്ലാതെ ഇതെല്ലാം അറിയുന്ന ഒരു സ്ഥലത്തുനിന്ന് വന്ന ഒരാളൊന്നും അല്ല ഞാൻ. വളരെ സാധാരണ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുട്ടിയാ. ഈ പോലീസ് കേസിന്റെ കാര്യങ്ങളൊക്കെ അമ്മയിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. ഈ എക്സിക്യൂട്ടീവ് മെമ്പർ എനിക്കെതിരെ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, ഇത് അമ്മയിൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഈ ടിനി ടോം പറഞ്ഞത്, എനിക്ക് ആ വാക്ക് ഇവിടെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. അൻസിബ, ഈ കേസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ടിനി പറഞ്ഞതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്താണ് അൻസിബയോട് പറഞ്ഞത്? അതായത് അമ്മയുടെ അമ്മ കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ട് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തുടക്കം അവിടെ. അപ്പോ അമ്മ കുടുംബ സംഗമത്തിന് ടൈറ്റിൽ സ്പോൺസർഷിപ്പിന്റെ കാര്യം സമയത്ത് കമ്മിറ്റി കൂടി അപ്പൊ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നു, ഓരോ സ്പോൺസർഷിപ്പിനെ പറ്റിയും പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ധാർമ്മികതയുടെ പേരിൽ പറഞ്ഞൊരു കാര്യമാണ്, ഒരു മതസ്ഥാപനങ്ങളും ഇന്നേ വരെ അമ്മയുടെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ചെയ്തിട്ടില്ല, അത് ചെയ്യാൻ പാടില്ല, അതെന്റെ ധാർമ്മികതയുടെ പേരിൽ ഞാൻ പറഞ്ഞതാണ്.
ഇന്നൊരു മതസ്ഥാപനം കയറിയ അടുത്ത കമ്മിറ്റി വരുമ്പോൾ അടുത്ത മതസ്ഥാപനം കയറും. അങ്ങനെ ഉണ്ടാവരുത്. ട്രാൻസ്പെറന്റ് ആയിട്ട് നിൽക്കുന്ന കലാകാരന്മാരുടെ സംഘടനയാണിത്. നമുക്കത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ല, അതിന്റെ പേരിലാണോ വിമർശനം ഉണ്ടായത്? അത് വേണ്ട എന്ന് പറഞ്ഞത് മുതൽ എന്നെ വർഗീയവാദിയാക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അമ്മയിലേക്ക് ഒരു മെയിൽ അയച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. പിന്നെ ഞാൻ ഈ 17 പേരുള്ള കമ്മിറ്റിയിൽ ഞാൻ ഒരാൾ നോ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരു സംഭവം നടക്കാതെ പോകുന്നില്ല. ബാക്കി മെജോറിറ്റി യെസ് ആണ് പറയുന്നതെങ്കിൽ അതല്ലേ നടക്കുള്ളൂ. അപ്പൊ എനിക്കൊരു നോ പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ അവിടെ? അതേ പറഞ്ഞുള്ളൂ. പക്ഷെ അന്ന് മുതൽ എന്റെ അടുത്ത് ഭയങ്കര ദേഷ്യം. പിന്നെ ഞാൻ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ജയിച്ചു വന്ന നാൾ മുതലേ പരോക്ഷമായി എന്റെ അടുത്ത് ദേഷ്യം കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഞങ്ങൾക്ക് നൽകിയ അവരുമായി ഞാൻ പിന്നീട് സംസാരിച്ചു. അപ്പൊ ഞാൻ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ട് അവിടെ ഞാൻ പോയിട്ടുള്ള ആളാണ്. ഞാൻ 9 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചെന്നിട്ടുള്ള ഒരാളാണ്. അവർക്ക് എന്നോടും യാതൊരു പ്രശ്നമില്ല, എനിക്ക് അവരോടും യാതൊരു പ്രശ്നവുമില്ല. ആ സ്പോൺസർഷിപ്പ് തന്നെയാണ് പിന്നീട് തുടരുകയും ചെയ്തത് അല്ലെ? വിയോജിപ്പ് അറിയിച്ചെങ്കിലും തന്നെ. അതെ. അതിനുശേഷമാണ്, അതിന് കറക്റ്റ് ശേഷം ഒരു 5-6 ദിവസത്തിനകമാണ് എനിക്കെതിരെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു പരാതി പോയത്. അല്ല, അത് ആ സ്പോൺസർഷിപ്പ് ചെയ്ത സ്ഥാപനത്തിന്റെ താല്പര്യമാണോ അതോ അമ്മയിലുള്ളവരുടെ താല്പര്യമായിരുന്നോ? സ്പോൺസർഷിപ്പ് ചെയ്ത സ്ഥാപനം ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ഓക്കെ. ആ സ്ഥാപനത്തിൽ ഞാൻ ഈ അടുത്ത് പോവുകയുണ്ടായിട്ടുണ്ട്. അവിടെ ഞാൻ അവരൊക്കെ ആയിട്ട് സംസാരിച്ചതാ. അവരെല്ലാരുമായിട്ട് ഞാൻ ഈ കേസിന്റെ കാര്യമില്ല, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ചു. അപ്പൊ അവരെല്ലാം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. അന്നു മുതലാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. ഈ പോലീസ് കേസിന്റെ കാര്യം അമ്മയിൽ പറഞ്ഞപ്പോഴത്തെ പ്രതികരണം എന്താണ് അൻസിബ? എന്നെ പോലീസ് സ്റ്റേഷനിൽ ആദ്യം വിളിപ്പിച്ച് പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ വേറെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇല്ല പറ്റില്ല, പരാതിക്കാരിയും കൂടെ വരണം, നിങ്ങൾ 2 പേരും കൂടെ വരണം എന്ന് പറഞ്ഞു. പരാതിക്കാരിയുടെ ഡേറ്റ് നോക്കിയിട്ടാണ് വീണ്ടും എന്നെ വിളിപ്പിച്ചത്. എന്റെ ഡേറ്റ് പരാതിക്കാരി വേറെ എവിടെയോ തിരക്കിലാണ്, പരാതിക്കാരി ഇന്ന ദിവസമാണ് ഫ്രീ, അന്ന് വരണോ അൻസിബ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ സംസാരിച്ചു. സ്ത്രീകളുടെ പോലീസ് സ്റ്റേഷനാണ്. അവിടെ ചെന്നിട്ട് ഞാൻ ചെന്ന് വീണ്ടും 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പരാതിക്കാരി എത്തിയത്. പറഞ്ഞ സമയവും കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത്. പരാതിക്കാരി വരുന്നു. പരാതിക്കാരിയും എസ് ഐയും വളരെ സ്നേഹത്തിൽ സംഭാഷണങ്ങൾ നടത്തുന്നു. ഇവർ മുൻപരിചയമുള്ള ആൾക്കാരാണോ ഒന്നും എനിക്കറിയില്ല. അപ്പോഴും ഇവര് 2 പേരും കൂടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്ത മോശം, അതായത് ഞാൻ അയച്ച മെസ്സേജ് ആണ് കാരണം, ഭർത്താവ് തല്ലിയതല്ല പ്രശ്നം. അല്ല, ഞാൻ ചോദിക്കുന്നത് അൻസിബ, ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ സാധാരണ ഇപ്പൊ അമ്മയിലെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് അവിടെ പരമാവധി തീർക്കാൻ ശ്രമിക്കുമല്ലോ. പല കാര്യങ്ങളും പുറത്തു വരുമ്പോഴും അത് മാധ്യമങ്ങൾ പറയുന്നതാണ് എന്നൊക്കെയാണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോ എന്തായിരുന്നു അമ്മയിലുള്ളവരുടെ പ്രതികരണം? പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന്റെ മുന്നേ ഞാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ വ്യക്തമായി മെസ്സേജ് അയച്ചു. ഇങ്ങനെ ഒരു പരാതി ഈ എക്സിക്യൂട്ടീവ് അംഗം എനിക്കെതിരെ വ്യാജ പരാതി നൽകിയിട്ടുണ്ട്, ഇത് അമ്മയിൽ അന്വേഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്, അന്വേഷിക്കരുതെന്നല്ല. അപ്പോ അത് കഴിഞ്ഞ് ഞാൻ പ്രസിഡന്റിനെ പേഴ്സണലി വിളിച്ച് സംസാരിച്ചു. പ്രസിഡന്റ് പറഞ്ഞു ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ പറഞ്ഞു, ഒഴിവാക്കി. ടിനി ടോം വന്നിട്ട് ഗ്രൂപ്പിലിട്ട് ഇങ്ങനെയുള്ള ഷൂട്ട് ചെയ്യേണ്ടി വരും ആ വാക്ക്, ഞാൻ പറയാണ് ആ വാക്ക്, ഇങ്ങനെയുള്ള ഊളോ കേസൊന്നും ഇവിടെ എടുക്കാൻ പറ്റൂല പറഞ്ഞു. ലിറ്ററലി ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് പോയി 3 മണിക്കൂർ ഹറാസ് ചെയ്യപ്പെട്ടു, തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് പിന്നീടാണ് ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുന്നത്. കാരണം എനിക്ക് ഇതുവരെ പോലീസ് കേസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടുമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ പിന്നെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അറിയുന്ന വക്കീലിനെയൊക്കെ വിളിച്ച് ചോദിക്കുക ചെയ്യേണ്ട. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നീ പോകേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു, എനിക്കറിയില്ല. പോയി. അങ്ങനെ ഞാൻ വിവരാവകാശ നിയമപ്രകാരം ഈ സ്ത്രീയുടെ ഭർത്താവിനെതിരെ FIR ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇതേ പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പൊ അത് മറ്റൊരാളുടെ വ്യക്തിഗതമായിട്ടുള്ള കാര്യമായതുകൊണ്ട് എനിക്ക് അതിന് ഉത്തരം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വിവരാവകാശം റിപ്പോർട്ട് കിട്ടിയത് തിരിച്ച്. ആ സ്ത്രീ എനിക്കെതിരെ കൊടുത്ത പരാതിയുടെ കോപ്പി മാത്രമാണ് എനിക്ക് വിവരാവകാശ നിയമപ്രകാരം തിരിച്ചു കിട്ടിയത്. പിന്നെ ഞാൻ ചോദിച്ചു സുപ്രീം കോടതി നിയമപ്രകാരം CCTV ഫുട്ടേജ് വേണമല്ലോ, CCTV ഉണ്ടാവുമല്ലോ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൃപ്പൂണിത്തുറ ഞാൻ പോയ ആ പോലീസ് സ്റ്റേഷന്റെ അകത്തും പുറത്തുള്ള CCTV ഫുട്ടേജ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മറുപടി വന്നു CCTV സ്ഥാപിച്ചിട്ടില്ല അവിടെ നിന്ന്. ഞാൻ കുറെ കഴിഞ്ഞപ്പോ എനിക്ക് വയ്യാണ്ടായി. എനിക്ക് മനുഷ്യന്മാരല്ലേ, നമുക്ക് ജോലി ചെയ്യണം, ജീവിക്കാൻ. ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യണം.
ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ നടക്കാനേ ഉണ്ടാവുള്ളൂ. അൻസിബ എന്തായാലും അൻസിബ ടിനി ടോമിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നുണ്ടോ? ഇപ്പോഴും അറിയില്ല. ഇപ്പൊ പോലും ഞാനിത് പറയാനുണ്ടായ റീസൺ എന്താണെന്നറിയാം. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഷൂട്ടിന് പോകുമ്പോഴും മറ്റു ആർട്ടിസ്റ്റുകൾ പലരും വന്നിട്ടൊക്കെ എൻ്റെ അടുത്ത് നീ റിസൈൻ ചെയ്യാനുള്ള റീസൺ ഇതല്ലേ അതല്ലേ എന്നൊക്കെ പറയണത്. അറയ്ക്കുന്ന കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എത്ര പേരോട് ചെന്ന് പറയാൻ പറ്റും, അയ്യോ ഞാൻ ഇങ്ങനെയല്ല, ഇങ്ങനെ ആയതുകൊണ്ടല്ല റിസൈൻ ചെയ്തത്, ഇങ്ങനെയല്ല പറയുന്നതിനൊരു പരിധിയില്ലേ?